അസ്സലാമു അലൈക്കും. ലോകചരിത്രത്തിൽ മനുഷ്യവംശം നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ആ മഹാപ്രളയം. ആദമിനും ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ശേഷം ലോകത്ത് വിഗ്രഹാരാധന വ്യാപിച്ചപ്പോൾ ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാൻ അല്ലാഹു അയച്ച ആദ്യത്തെ റസൂലായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. 950 വർഷം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധനവും വിശ്വസിച്ചവർക്കായി അദ്ദേഹം പണിത കപ്പലും ഇന്നും ലോകത്തിന് വലിയൊരു പാഠമാണ്. നമുക്ക് ആ ചരിത്രം പരിശോധിക്കാം. ആദം നബിക്ക് ശേഷം 10 തലമുറയോളം ആളുകൾ ഏകദൈവ വിശ്വാസത്തിലായിരുന്നു. എന്നാൽ അവരിലുണ്ടായിരുന്ന വദ്, സുവാ, യകൂസ്, യഹൂക്ക്, നസ്ർ എന്നീ സത്പുത്രരായ ആളുകളുടെ മരണശേഷം പിശാചിൻ്റെ ദുർബോധത്താൽ ജനങ്ങൾ അവരുടെ രൂപങ്ങൾ നിർമ്മിക്കുകയും കാലക്രമേണ അവയെ ആരാധിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഭൂമിയിൽ ആദ്യമായി ശിർക്ക് അഥവാ വിഗ്രഹാരാധന കടന്നു വരുന്നത്. ഈ ഘട്ടത്തിലാണ് നൂഹ് നബിയെ അല്ലാഹു നിയോഗിക്കുന്നത്. അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. പകലും രാത്രിയും രഹസ്യമായും പരസ്യമായും അദ്ദേഹം അവരെ വിളിച്ചു. എന്നാൽ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹം സംസാരിക്കുമ്പോൾ അവർ ചെവിയിൽ വിരൽ വെക്കുകയും തുണി കൊണ്ട് മുഖം മൂടുകയും ചെയ്തു. വെറും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. നൂറ്റാണ്ടുകൾ നീണ്ട പ്രബോധത്തിന് ശേഷവും ജനങ്ങൾ ധിക്കാരം തുടർന്നപ്പോൾ ഇനി ആരും വിശ്വസിക്കാനില്ല എന്ന് അല്ലാഹു നൂഹ് നബിയെ അറിയിച്ചു. തുടർന്ന് അല്ലാഹുവിൻ്റെ കൽപ്പന വന്നു, ഒരു കപ്പൽ നിർമ്മിക്കുക. കടലോ വെള്ളമോ ഇല്ലാത്ത മണലാരണ്യത്തിൽ അദ്ദേഹം കപ്പൽ നിർമ്മിക്കുന്നത് കണ്ട് ജനങ്ങൾ പൊട്ടിച്ചിരിച്ചു. നൂഹേ, നീ പ്രവാചകന്മാർ ഇപ്പോൾ തച്ചനായോ എന്ന് അവർ പരിഹസിച്ചു. ഒടുവിൽ അല്ലാഹുവിൻ്റെ ശിക്ഷയുടെ സമയമെത്തി. ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിയൊഴുകി. നൂഹ് നബിയോടും വിശ്വാസികളോടും എല്ലാം ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡികളോടും കപ്പലിൽ കയറാൻ അല്ലാഹു കൽപ്പിച്ചു. നൂഹ് നബിയുടെ സ്വന്തം മകൻ പോലും പർവ്വതമുകളിൽ അഭയം പ്രാപിക്കാമെന്ന് കരുതി കപ്പലിൽ കയറാൻ വിസമ്മതിച്ചു. എന്നാൽ അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിച്ചില്ല. ആ മകൻ ഉൾപ്പെടെയുള്ള അവിശ്വാസികൾ പ്രളയത്തിൽ മുങ്ങിമരിച്ചു. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രളയത്തിന് ശേഷം അല്ലാഹുവിൻ്റെ കൽപ്പനയാൽ മഴ നിലയ്ക്കുകയും ഭൂമി വെള്ളം വലിച്ചെടുക്കുകയും ചെയ്തു. നൂഹ് നബിയുടെ കപ്പൽ പർവ്വതത്തിൽ നങ്കൂരമിട്ടു. അതിനുശേഷം വന്ന മനുഷ്യവംശം മുഴുവൻ നൂഹ് നബിയുടെ മക്കളിൽ നിന്നുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാം ആദം എന്ന് വിളിക്കുന്നത്. സത്യവിശ്വാസത്തിൻ്റെ വിജയവും ധിക്കാരത്തിൻ്റെ പരാജയവുമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്.